വിയറ്റ്നാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കോൺ ഡെൽറ്റ, സുന്ദരമായ മെക്കോൺ ഡെൽറ്റയും അവിടെയുള്ള നല്ല സുന്ദരികളുടെ ഗാനാലാപനം തുടങ്ങിയ കാഴ്ചകളും, പിന്നെ പഗോഡകളും, മങ്കി മൗണ്ടൻ ടെമ്പിളും, അതുപോലെ ഒരുപാട് കാഴ്ചകളും, ബെൻതാൻ മാർക്കറ്റ്, ഹൊയാൻ, ഇവയുടെയൊക്കെ മാസ്മരിയ കാഴ്ചകളടങ്ങിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. വിയറ്റ്നാമിലെ കാഴ്ചകൾ നമുക്കിനി ഇതുപോലെ കാണാം. കൊച്ചിയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റാണിപ്പോൾ. 5 മണിക്കൂർ യാത്ര ചെയ്താൽ കൊച്ചിയിൽ നിന്ന് നമുക്ക് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിൽ പോയിറങ്ങാം. വിയറ്റ്നാമിലെ ടോൺ സോൺ നാത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ പോയി ഈ വിമാനം ലാൻഡ് ചെയ്യുന്നത്. താഴെ ഹോച്ചിമിൻ സിറ്റി, നല്ല വിശാലമായ സിറ്റി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വഴികളും അതിലൂടെ ഒഴുകുന്ന സൈഗോൺ റിവറും ഒക്കെ നല്ല വ്യക്തമായിട്ട് കാണാം. ചെറിയ തീപ്പെട്ടിപ്പെട്ടികൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെ ഉണ്ട് കെട്ടിടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ഇവിടെ എത്തിയപ്പോഴേക്കും നേരം വെളുത്തു. ഇവിടെ 6 മണിയാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് 1.5 മണിക്കൂർ നേരത്തെയാണ് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ 4:30 ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ 6 മണിക്കടുത്തായി. അതുകൊണ്ട് തന്നെ നല്ല ഉദയസൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ ആ കെട്ടിടങ്ങളിലെല്ലാം ഇങ്ങനെ പ്രതിഫലിക്കുന്നത് കാണാം. അതിനിടെ കൂടെ സൈഗോൺ നദി ഇങ്ങനെ ഒഴുകുന്നതും കാണാം. നല്ല ഭംഗിയുണ്ട് ആ കാഴ്ചകളൊക്കെ കാണാനല്ലേ? ഇപ്പോൾ നല്ലപോലെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കെട്ടിടങ്ങൾ കാണാം. അകലെ നിന്നുമ്പോൾ ചെറിയതായി കണ്ട കെട്ടിടങ്ങൾ ഇപ്പോൾ അടുത്ത് കാണാം. ഇതാ ലാൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ വിയറ്റ്നാമിൻ്റെ മണ്ണിൽ വന്നിറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ എയർപോർട്ടിൽ ചെന്ന് ചെക്കിങ് പരിപാടികളും ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കാണാം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഒരു ടാക്സിയിൽ റൂം എടുത്തിരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് 3.5 കിലോമീറ്ററോളം ദൂരമുണ്ട് റൂം എടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക്. ഹോച്ചിമിൻ സിറ്റിയിൽ തന്നെയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോവാം.
സഞ്ചാരത്തിലൊക്കെ പറയുന്ന പോലെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും ചെറിയ ചെറിയ കെട്ടിടങ്ങളും ഒക്കെയുള്ള നല്ലൊരു നഗരം. ആ രീതിയിലൊക്കെ പറയാൻ ശ്രമിച്ചാൽ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്ക് കാണുന്നത് നല്ല അതിരാവിലെ സമയമാണെങ്കിലും നഗരം നന്നായിട്ട് ഉണർന്നു കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 8 മണി 8:30 സമയമായി. അപ്പോഴേക്കും ഇവിടെ എല്ലാവരും 7-7:30 സമയമാകുമ്പോൾ ഇവിടെയുള്ള ഓഫീസുകളും സ്കൂളുകളും എല്ലാം പ്രവർത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഓഫീസുകളിലേക്ക് പോകാൻ 7:30 തൊട്ട് ഇവിടെ ആൾക്കാരെല്ലാം വണ്ടിയെടുത്ത് ഇറങ്ങാൻ തുടങ്ങും. പിന്നെ ഏറ്റവും കൂടുതൽ 2 വീലർ കാണുന്നത് ഈ നാട്ടിലാണ് കേട്ടോ. 4 വീലറിനേക്കാളും അധികം 2 വീലർ ഇവിടെയാണ് കണ്ടത്. കാരണം എന്താ വെച്ചാൽ ഈ നമ്മുടെ ഏഷ്യയിലെന്നല്ല ലോകത്തിലൊട്ടാകെ തന്നെ 2 വീലറുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യമാണ് വിയറ്റ്നാം. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് വിയറ്റ്നാം. പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പെട്രോളിന് ഇവിടെ വിലക്കുറവാണ്. അതായത് നമ്മുടെ ഇന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിലക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ധനക്ഷാമമോ അല്ലെങ്കിൽ അത് വാങ്ങാൻ ഒരുപാട് പൈസ ചിലവോ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഒരു വീട്ടിലൊക്കെ 3-4 പേരുണ്ടെങ്കിൽ 3-4 പേർക്കും 2 വീലർ കാണും. ഇപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം വഴിയിൽ നീളെ എല്ലാം 2 വീലറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നതും റോഡ് വഴി നോക്കുമ്പോൾ കൂടുതലും 2 വീലറുകളാണ്. പിന്നെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് സൈഡ് വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ റൈറ്റ് സൈഡ് പിടിച്ചല്ല ലെഫ്റ്റ് സൈഡ് പിടിച്ചാണ് ഇവിടെ വണ്ടികൾ പോകുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ. പിന്നെ ഈ പോണ വഴിക്കേക്ക് ഇഷ്ടംപോലെ പാർക്കുകൾ കാണാം കേട്ടോ. പാർക്കുകളെന്ന് പറഞ്ഞാൽ ഈ മരങ്ങളൊക്കെ ഏതാണ്ട് 80-100 വർഷത്തോളം പഴക്കമുണ്ടെന്ന് തോന്നുന്നു മരങ്ങൾക്കൊക്കെ. ആ മരങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് പാർക്കുകൾക്കിടയിൽ. നല്ല ഭംഗിയായിട്ട് ആളുകൾക്കും നടക്കാനുള്ള സ്ഥലങ്ങളും സൈക്കിൾ ചവിട്ടാനുള്ള സ്ഥലവും കുട്ടികൾക്ക് പന്ത് കളിക്കാനുള്ള സ്ഥലവും ഒക്കെ ഇതിനിടയ്ക്ക് കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. എന്ത് മനോഹരമായിട്ട് വൈകിക്കും നോക്കി. രാവിലെ തന്നെ വഴി നീളം വണ്ടികളും ഇടയ്ക്കിടയ്ക്ക് നടക്കാനും ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ഈ ഭാഗത്ത് പാർക്കുകളാണ് കാണുന്നത്. ഇപ്പോൾ എത്രയും നേരമായിട്ട് ഈ സൈഡിൽ മൊത്തം കാണുന്നത് പാർക്കാണ്. പാർക്കിലൊക്കെ അത്യാവശ്യം ആളുകളുണ്ട് താനും. മോർണിംഗ് വാക്ക് ചെയ്യാനും അതുപോലെ സൈക്കിൾ ഓട്ടുന്നുണ്ട്, കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ രാവിലെ തന്നെ അവരുടെ പതിവ് എക്സസൈസുകൾ എന്തെങ്കിലും ആയിരിക്കാം അതിലേക്ക് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോഡിലൊക്കെയും വാഹനങ്ങളുടെ തിരക്കും കാര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ബ്ലോക്ക്, അതായത് നമ്മുടെ ട്രാഫിക് സിഗ്നലാണ്. അതുകൊണ്ടാണ് ഇത്ര കുറവ് വാഹനങ്ങൾ കാണുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ട് എല്ലായിടത്തും. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം. 1 BHK ആണ്. അതായത് 1 ബെഡ്റൂം, കിച്ചൺ, ഹാള്, ബാത്റൂം ഇത്രയാണുള്ളൂ. ഒരു ബെഡ്റൂമേ ഉള്ളൂ. കിച്ചൺ കൂടി ഇതാണ്. നമുക്ക് പാത്രങ്ങളുണ്ട്, സാധനങ്ങൾ വാങ്ങിയാൽ ഇവിടെ തന്നെ കുക്ക് ചെയ്യാം. ഗ്യാസ് ഉണ്ട്, ഗ്യാസ് സിലിണ്ടർ തീർന്നാൽ പറഞ്ഞാൽ ഒരു റിഫിൽ ചെയ്ത് തരും. അതുപോലെ വാഷിംഗ് മെഷീനുണ്ട്, മൈക്രോവേവനുണ്ട്, ഫ്രിഡ്ജും ഉണ്ട്. ഈ റൂമിൽ ഫെസിലിറ്റീസ് ഡ്രസ്സ് വയ്ക്കാൻ കബോർഡ്, ഡ്രസ്സ് നനച്ചിടാനുള്ള ഇത് ഒരു ഡ്രസ്സ് നമുക്ക് നനച്ചുണക്കാനിടാനുള്ള ഒരു കബോർഡിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ അടുത്തൊരു ലോക്കൽ മാർക്കറ്റുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ റൂമിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അപ്പം ഡ്രസ്സെല്ലാം ചെയ്ത് ഫ്രഷപ്പ് ആയതിന് ശേഷം എന്തൊക്കെ കിട്ടും, എങ്ങനെയൊക്കെയാണ് വില നിലവാരം എന്നൊക്കെ അറിയാനായിട്ട് നമ്മളത് ഇറങ്ങിയതാണ്. കൂട്ടത്തിൽ കാഴ്ചകളും കാണാം. ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇതുപോലത്തെ ഹോം ഡെക്കേഴ്സാണ്. അതായത് ഇവിടെ തന്നെ നമ്മൾ അവരുടെ വിയറ്റ്നാമീസ് രീതിയിലും അവരുടെ രീതിയിലും ഒക്കെ ഉണ്ടാക്കിയ തരം ഈ വള്ളികളും ചൂരൽ അതുപോലുള്ളതൊക്കെ കൊണ്ടുണ്ടാക്കിയ കസേരകൾ, കൊട്ടകൾ, അതുപോലെ ഈ തൂക്കുകട്ടിൽ പോലത്തെ ഇരിക്കുന്ന പോലത്തെ കസേരകളും തൂക്ക് കസേരകളും ഒക്കെയാണ്
അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് നല്ല ഇഷ്ടം തോന്നും. ഇച്ചിരിയുടെ മുന്നോട്ട് കടന്നപ്പോൾ കണ്ടത് ഇതുപോലെ മാർക്കറ്റാണ് ഇവിടെ. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. പേരൊക്കെ അവർ വേറെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ എല്ലാത്തരം ചീരകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ചെറുനാരങ്ങയ്ക്ക് ഇത്തിരി വലിപ്പ വ്യത്യാസമുണ്ട്. മത്തങ്ങ, ചീരകൾ നോക്കി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചുമന്ന ചീര, എല്ലാത്തരം പഴവർഗ്ഗങ്ങളും ഉണ്ട്. അവോക്കാഡോ തന്നെ 3-4 തരം അവോക്കാഡോകൾ, ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. ഇവിടെ തന്നെ അവർ കൃഷി ചെയ്തെടുക്കുന്നതാണ്. ഫ്രഷ് പച്ചക്കറിയാണ്. നമ്മൾ ഈ വരവൊന്നുമില്ല, ഈ നാട്ടിൽ തന്നെ അവർ കൃഷി ചെയ്തെടുക്കുന്ന പച്ചക്കറികളാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പലതരം പാത്രങ്ങൾ വയ്ക്കുന്ന കടകൾ. ഇതൊരു മാർക്കറ്റാണ്, ലോക്കൽ മാർക്കറ്റിലാണല്ലോ അവിടെയുള്ള സാധാരണക്കാർ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ലോക്കൽ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് വില നിലവാരം അറിയാം, എന്തൊക്കെ കിട്ടും എന്നറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. എല്ലാത്തരം സാധനങ്ങളും വിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ തട്ടുകടകളുണ്ട്. എൻ്റെ ഇപ്പത്തായിട്ട് റോഡിലേക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് ഇത് ഇന്ന് ഇച്ചിരിയും കൂടെ റോഡ് ഇടുങ്ങാൻ തുടങ്ങും. കുറേ കൂടെ സാധനങ്ങൾ പരക്കാൻ തുടങ്ങും. ലഘുഭക്ഷണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിവതും ആൾക്കാരും വീട്ടിൽ ഫുഡ് പാചകം ചെയ്യത്തില്ലെന്നാണ് തോന്നുന്നു. കാണുന്നിടത്തെല്ലാം തട്ടുകടകളാണ്. അതായത് ചെറിയ ചെറിയ ഫുഡ് സ്റ്റാളുകൾ ഇഷ്ടം പോലെ, അവിടെ എല്ലാം കഴിക്കാനും ആളുകൾ ഇഷ്ടം പോലെ. കൂടുതൽ പേരും പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ തന്നെ നല്ല വെളുത്തുള്ളികൾ, പലതരം വെളുത്തുള്ളികൾ, ചെറിയുള്ളി, നമ്മുടെ നാട്ടിലെ കൊച്ചുള്ളി, സവാള, പലതരം പച്ചമുളകുകൾ, പച്ചക്കുരുമുളക്, പുളി, ഇഞ്ചി, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉപ്പ്, എണ്ണ ഇല്ലാത്ത ഒന്നുമില്ല. നമ്മൾ നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട ഒറ്റ കാര്യവുമില്ല. ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും. ഒരു കിച്ചണായിട്ടും പാത്രങ്ങളുള്ള റൂമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് പാചകം ചെയ്ത് കഴിക്കാം. ഇവിടെ നല്ല അരിയും കിട്ടും. നമ്മുടെ സ്റ്റിക്കി റൈസാണ് ഇവിടെ കിട്ടുന്നത്. എങ്കിലും കുഴപ്പമില്ല. ഈ മത്തങ്ങയൊക്കെ നല്ല അടിപൊളി രുചിയാണ് കേട്ടോ. ചെറിയ മത്തങ്ങ, നല്ല പിഞ്ച് മത്തങ്ങ. ഇവിടെയുള്ളവർ കൂടുതലും മത്തങ്ങ ഉപയോഗിക്കുന്നത് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാനാണ്. അവർ ഇത് വെച്ചിട്ട് കാരമൽ ചേർത്തിട്ട് ഇത് ബണ്ണിൽ പോലെ സ്റ്റഫ് ചെയ്ത് കഴിക്കും. അതുകൂടാതെ ഉള്ളിൽ വെച്ച് പുഴുങ്ങി കഴിക്കും. അതുകൂടാതെ അതിൻ്റെ ജെല്ലി പോലുള്ള ഒരു കേക്ക് ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇവർ മത്തങ്ങ ഉപയോഗിക്കുന്നത്. ചിലർ സൂപ്പിൽ ഇടാറുണ്ട്. ഉച്ചതിരിഞ്ഞ സമയമായതുകൊണ്ടാണെന്നറിയില്ല, കുറച്ച് തിരക്ക് കുറവുണ്ട്. എങ്കിലും ഒരുവിധം നല്ലപോലെ ആളുകൾ വന്നു പോയി. ഇപ്പോൾ ഓരോ വണ്ടികളിൽ വന്ന് സാധനങ്ങൾ നിർത്തി വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതാ സൈക്കിളിലും ഇതൊക്കെ വന്ന് കരിമ്പിൻ ജ്യൂസ് കിട്ടും ദാഹിച്ചാൽ കുടിക്കാൻ. പിന്നെ പലതരം ഫ്രൂട്ട്സ്, ഒരുപാട് തരം ഫ്രൂട്ട്സ് ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. ഓറഞ്ച് ഉണ്ട്, നമ്മുടെ ലിച്ചിയുണ്ട്, റംബൂട്ടാനുണ്ട്, ലോങ്കാനുണ്ട്. ഒരുപാട് തരം ഫ്രൂട്ട്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ മുന്തിരിങ്ങ, നമ്മളെ നാട്ടിൽ കിട്ടുന്ന തക്കാളി ഇച്ചിരി കൂടെ വലിപ്പമുണ്ട് തക്കാളിക്കെങ്കിലും നല്ല ടേസ്റ്റൊക്കെ സെയിം തന്നെ. ഇവിടെ ഒരു പച്ചക്കറി കടയുണ്ട്, നിരത്തി വെച്ചിരിക്കുക ഒരു വലിയ ഇത് മുട്ടയാണ്. പിന്നെ ഇതിവിടെ കൂടുതലും കണ്ട മധുരക്കിഴങ്ങ് തന്നെ 3-4 തരമുണ്ട് ഇവിടെ. അതായത് നീളത്തിന് ഉണ്ട, വയലറ്റ് കളറ്, വെള്ള കളറ്, മഞ്ഞ കളർ, ഇങ്ങനെ തരത്തിലുള്ള സ്വീറ്റ് പൊട്ടറ്റോ പലതരമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ട് പച്ചക്കറി ഇഷ്ടം പോലെ. പൈനാപ്പിൾ തൊലി കളഞ്ഞ് വിൽക്കാൻ വെച്ചിരിക്കുന്നു. അതുകൂടാണ്ട് വെളുത്തുള്ളി അരിഞ്ഞ് ഇളക്കി വെളുത്തുള്ളി തൊലി കളഞ്ഞ് വിൽക്കാൻ വെച്ചിരിക്കുന്നു കവർ ചെയ്ത്. ഇഞ്ചി തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്നു. പാവയ്ക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പച്ചക്കറികളൊക്കെ കഷ്ണമാക്കിയും വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഫുഡ് സ്റ്റാളുകളുണ്ട്. ചെറുത് ഈ കാണുന്ന ഒരു ഫുഡ് സ്റ്റാളാണ്. ഇവിടെ പലതരം മുന്തിരികൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അതായത് പച്ച മുന്തിരിങ്ങ തന്നെ 2 സൈസുണ്ട്, 3 സൈസുണ്ട്. നീളം മുന്തിരിയുണ്ട്. ഒരുപാട് തരം
പിന്നെ ഇവിടെ ബെയർ ആപ്പിളാണെന്ന് തോന്നുന്നു, ചെറിയ ചെറിയ ആപ്പിളിൻ്റെ ടേസ്റ്റുള്ള ഒരു ബെയർ ആപ്പിളുണ്ട്. ഇപ്പുറത്തുണ്ട് ചീരകൾ, പലതരം ചീരകൾ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തരം തന്നെ പാലക്ക് ചീരയുണ്ട്, നമ്മുടെ വയൽ ചീരയുണ്ട്, പിന്നെ നമ്മുടെ വേലി ചീരയുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഇതൊന്നും കിട്ടില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. എല്ലാ തരം ചീരകളും കിട്ടും. നമ്മുടെ കൊഴുവ ചീരയൊക്കെ ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ടേസ്റ്റും വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. അങ്ങനെ ആ മാർക്കറ്റിൽ നിന്ന് കയറി മെയിൻ റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. നമ്മൾ ആ റൂമിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരെ ഈ മാർക്കറ്റിലേക്കുള്ളൂ കേട്ടോ. ഇവിടെ തന്നെ ഒരു ഫാർമസിയുണ്ട്. ഇപ്പുറത്തേക്ക് കാണുന്നത് ഫാർമസിയാണ്. പിന്നെ ചെറിയ ചെറിയ കടകൾ, അങ്ങനെ ചെറിയ ഫുഡ് സ്റ്റാളുകളൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഉച്ച തിരിഞ്ഞ നേരമായതുകൊണ്ട് വലിയ ബഹളമൊന്നും ഇല്ലാതെ പോയിരിക്കുകയാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് കൂടുതൽ ഇവിടെ ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 10 മുതൽ 12 മണി വരെ. അതിനുശേഷം ഒരു 3 മണി തൊട്ട് അങ്ങോട്ടായിരിക്കും. രാത്രി 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഈ പല കടകളും അടച്ചു തുടങ്ങുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അതുവരെ നല്ല ഫ്രഷായിരിക്കും എന്നത്. ഇവിടെ ഉണ്ട് ഒരു ചെറിയൊരു തട്ടുകട. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തട്ടുകടയെങ്കിലും ഭക്ഷണം എല്ലാം വിയറ്റ്നാമീസ് സ്റ്റൈലാണെന്ന് മാത്രം. അങ്ങോട്ടൊക്കെ പോയാൽ ചിലപ്പോൾ വഴി തെറ്റാനായിട്ട് വഴിയല്ല പരിചയമില്ല, ഇന്ന് വന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് വന്ന വഴി തന്നെ തിരിച്ച് നടക്കാവുന്ന രീതി വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. കാരണം അതാണ്ട് ഇവിടെ കണ്ടോ തക്കാളി, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതരം തക്കാളി കണ്ടോ, ചീരകളൊക്കെ കണ്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതരം ചീരകളൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പഴത്തിൻ്റെ ടേസ്റ്റിന് മാത്രം വ്യത്യാസമുണ്ട്. ഒരു കദളിപ്പഴത്തിൻ്റെ ടേസ്റ്റാണ് ഇവിടുത്തെ പഴത്തിന്, എല്ലാ പഴങ്ങൾക്കും അതെ. സാധാരണ റോബസ്റ്റ പോലത്തെ പഴവും ചെറുപഴം പോലത്തെ പഴമൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ 2-3 തരം പേരയ്ക്കായും ബെയർ ആപ്പിളുമാണ് ഇവിടെ വിൽക്കുന്നത്. അത് എത്രയാണ് എന്താണ് പേര് ഇതിനകത്ത് പറയണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന ആൾക്ക് മുന്തിരിങ്ങ വാങ്ങാമെന്ന് എഴുതി ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഇംഗ്ലീഷും അറിയില്ല, എനിക്ക് വിയറ്റ്നാമും അറിയില്ല. അതുകൊണ്ട് പിന്നെ നോക്കിയിട്ടിങ്ങി പോകുന്നത് 2 തരം മുന്തിരി, ഉണ്ട മുന്തിരിയുണ്ട്, നീള മുന്തിരിയുണ്ട്, പിന്നെ പച്ച മുന്തിരിയുണ്ട്. അത് ഒന്നെങ്കിൽ റേറ്റ് പറയാമെന്ന് വെച്ചാൽ പുള്ളി വിയറ്റ്നാമീസിലാണ് പറയുന്നത്. എനിക്ക് വിയറ്റ്നാമീസ് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്ന ഇംഗ്ലീഷ് പുള്ളിക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തൽക്കാലം പിന്നെ വാങ്ങാമെന്ന് എഴുതി ഇറങ്ങി. കാരണം എത്രയാണ് പറയുന്നതെന്നും എന്താ പറയണമെന്നും പുള്ളിക്ക് അറിയില്ല. അങ്ങനെ നിന്നപ്പോഴാണ് പകുതി വഴി നിന്ന് നേരത്തെ വന്ന കടയിൽ വന്നപ്പോഴാണ് മഴ തുടങ്ങി. ഇവിടെ ഉച്ച തിരിഞ്ഞും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ചോളമുണ്ട്, ക്യാരറ്റ് ഉണ്ട്, നമ്മുടെ ബീൻസ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബീൻസ്, ക്യാരറ്റ്, അതുപോലുള്ള വെളുത്തുള്ളി, സവാള, കിഴങ്ങ്, അതുപോലുള്ള കുറച്ച് പച്ചക്കറികൾ വാങ്ങി. ആദ്യം ഞങ്ങൾ ചോദിച്ചത് പുള്ളിക്ക് മനസ്സിലായില്ല. പിന്നെ നോട്ടെടുത്ത് കാണിച്ചു, എത്ര രൂപ എന്നുള്ളത് നോട്ട് കാണിച്ച് ആ നോട്ട് കൊടുത്താൽ മതിയല്ലോ. പിന്നെ റൂമിൽ പോയി ചേഞ്ച് ചെയ്തൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ സൈഗോൺ പോസ്റ്റ് ഓഫീസ് കാണാൻ വന്നിരിക്കുക. സൈഗോണിൽ തന്നെയുള്ള പോസ്റ്റ് ഓഫീസുണ്ട് ഇവിടെ. അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. സൈഗോൺ സിറ്റി സെൻറ്റർ തന്നെയാണിത്. ഇവിടെ സൈഗോൺ എൻ്റെ പോസ്റ്റ് ഓഫീസൊന്നും ഓപ്പോസിറ്റായിട്ട് ഒരു ചർച്ചുണ്ട്. അപ്പോൾ ഇത് ആ ഹോച്ചിമിൻ സിറ്റിയുടെ സിറ്റി സെൻറ്ററാണിത്. ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രസം. ഒരുപോലെ ഉള്ളിൽ നമ്മുടെ ഇതേപോലെ വരുന്നവരെയും സഞ്ചാരികളെ ഒന്നും കാണാൻ വരുന്നവരെല്ലാം നോക്കുന്നുണ്ട്. അപ്പുറത്തെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നുമുണ്ട്, അതാണ് രസം.
അങ്ങനെയുള്ളൊരു കാഴ്ച നമുക്ക് ആദ്യമായിട്ടല്ലേ കാണാൻ പറ്റുക. സുവർണി ഷോപ്പുകളുണ്ട്. അതൊക്കെയാണ് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾവശം ഒന്ന് കയറി കാണാം. ഇത് കാണുമ്പോൾ ഈ ഫ്ലോറിങ്ങും മുകളിലുള്ള ഇതെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം പഴയ ഒരു കെട്ടിടമാണെന്ന്. 1888-നും 1891 ഇടയ്ക്കാണ് ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടം എന്ന് പറയുന്നത്. ഇത് അത്രയ്ക്ക് പഴക്കമുള്ളൊരു കെട്ടിടമാണ്. എന്നാൽ ഇപ്പോഴും സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നൊരു കെട്ടിടമാണ്. ഇവിടെ കൊളോണിയൽ കാലഘട്ടത്തിലുള്ള ടെലിഫോൺ ബൂത്തുകളടക്കം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. കൂടാതെ ഇവിടെ ഈ പോസ്റ്റ് കാർഡുകൾ ഇപ്പോൾ കിട്ടും. നമുക്ക് രാജ്യത്തിൻ്റെ ലോകത്തെ പല സ്ഥലങ്ങളിലേക്ക് പോസ്റ്റ് കാർഡ് ഇവിടെ നിന്ന് അയക്കാൻ പറ്റും. ഇപ്പോഴും ഫങ്ഷണലായ പോസ്റ്റ് ഓഫീസ് ആയതുകൊണ്ടേ ഇവിടെ നിന്ന് പോസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത് നമുക്ക് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കോ അയക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു രസകരമായ വസ്തുത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇന്ന് സുവർണേറീസ് വാങ്ങിക്കാം. ഈ സിറ്റി ടൂറ് അല്ലെങ്കിൽ മറ്റ് ടൂറുകളൊക്കെ ഇവിടെ അതിൻ്റെ ഓഫീസുകളുണ്ട്. അവിടെ നിന്ന് അത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് അതെല്ലാം നമുക്ക് പ്ലാൻ ചെയ്ത് അതിൻ്റെ പണം അടച്ച് സിറ്റി ടൂറ് ഇതുവരെ പ്ലാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ എല്ലാം സുവർണീറും പോസ്റ്റ് കാർഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. നല്ല വിയറ്റ്നാമീസ് ശൈലിയിലുള്ള കാർഡുകളാണ്. പിന്നെ സുവനീർ ആണെങ്കിലും ഇവരുടെ വിയറ്റ്നാമീസ് തരത്തിലുള്ള കരകൗശല വസ്തുക്കളാണ് കൂടുതലും വെച്ചിരിക്കുന്നത്. തുണി കൊണ്ടുള്ള ബാഗുകളും ഇതിനിടയ്ക്ക് സിം കാർഡും വാങ്ങാൻ കിട്ടും കേട്ടോ. സിം കാർഡിൻ്റെ ഒരു കൗണ്ടറും ഉണ്ട്. പിന്നെ എല്ലാം പോസ്റ്റ് ഓഫീസിൻ്റെ കൗണ്ടറുകളാണിത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നൊരു പോസ്റ്റ് കാർഡ് വാങ്ങിച്ച് അതിലെഴുതി അവിടെ അഡ്രസ്സ് എഴുതി വേണേൽ അയക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതുന്നു. പോസ്റ്റ് കാർഡ് വാങ്ങി അയക്കാൻ നോക്കാം എന്ന് കരുതി നോക്കുവാണ്. പക്ഷേ ഇവിടുത്തെ സുവർണി ഷോപ്പിലൊക്കെ വില ശകലം കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. നല്ല വിലയാണ് അവർ ചോദിക്കുന്നത്. ഒരുപാട് കോസ്റ്റാണ് പറയുന്നത്. ചിലപ്പോൾ കൂടുതൽ വിദേശികൾ വെസ്റ്റേണേഴ്സ് വരുന്നതുകൊണ്ടായിരിക്കാം. ഡോളറിനത്തിലാണ് ഇവർ കണക്ക് കൂട്ടി പറയുന്നത്. അത് ഇന്ത്യൻ റുപ്പിയായി വരുമ്പോൾ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇതെല്ലാം നോക്കി പോകുന്നതേ ഉള്ളൂ. പോസ്റ്റ് കാർഡിൻ്റെ വില നോക്കുമ്പോൾ നല്ല വിലയാണ് അവർ പറയുന്നത്. പിന്നെ പെർഫ്യൂമുകൾ വെച്ചിട്ടുണ്ട്. വിയറ്റ്നാമീസ് രീതിയിലുള്ള പെർഫ്യൂം. ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടവരൊക്കെ ഉണ്ടോ, ഈ വിയറ്റ്നാമിൻ്റെ കൾച്ചറൽ ഡ്രസ്സാണിത്. ഇവിടുത്തെ സ്ത്രീകളുടെ പരമ്പരാഗത വസ്ത്രം. നമ്മുടെ നാട്ടിലുള്ള പോലെ കുർത്ത പോലെ തന്നെ ലോങ് കുർത്ത, അതിലിങ്ങനെ സ്ലിറ്റ് വലുതാണ്. ഇങ്ങനെ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരാണ് ഇവിടെ കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സ്ലിറ്റ് വന്ന് മെലിഞ്ഞിരിക്കുന്ന ആ കൂമൻ തൊപ്പിയും വെച്ച് കഴിയുമ്പോൾ അവരുടെ പരമ്പരാഗത വേഷമായി. അത് പല കളറിലുള്ള ടോപ്പും പാൻറ്റും മാറ്റി ഇട്ടിട്ട് ആ തൊപ്പിയും വയ്ക്കുമ്പോഴാണ് ഇതിവിടെ മിക്ക പോസ്റ്റ് ഓഫീസുകൾ അതേപോലെ ഇവിടെയുള്ള ഓഫീസുകളിലൊക്കെ, അതായത് ഇവിടെയുള്ള ഗവൺമെൻറ് ഓഫീസുകളിലും മറ്റേതിനുമൊക്കെ കൂടുതലും പരമ്പരാഗത വേഷമാണ് അവർ ധരിക്കാറ് കേട്ടോ. ഇവിടെ ഫ്രഞ്ച് കൊളോണിയൽ കാലത്തുള്ള പല രാജ്യങ്ങളിലെ ടെലിഫോൺ ബൂത്തുകളുടെ ഒരു ഇതുകൊണ്ട് കേട്ടോ. 9, 10 ഇതൊക്കെ ലണ്ടൻ ഇതുപോലുള്ളവരുടെയൊക്കെ ടെലിഫോൺ ബൂത്തുകളുടെ കാഴ്ചയാണ്. ഇവിടെ ഹോച്ചിമിൻ സിറ്റി മൊത്തം കാണുന്ന സിറ്റി ടൂർ ബസ്സുകളൊക്കെ ഉണ്ട്. അതായത് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി ഇരുന്നാൽ ഈ സിറ്റി മൊത്തം ചുറ്റിക്കും. നമ്മൾ 1 മണിക്കൂർ 4 മണിക്കൂർ ഇങ്ങനെയൊക്കെ സമയത്തിറക്കിയുള്ള ടൂർ പ്ലാനുകളുണ്ട്. ഇതിനകത്ത് കയറിയാൽ ഹോച്ചിമിൻ സിറ്റി മൊത്തത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ
ഇതിന് ഇപ്പോൾ സമയക്രമമുണ്ട്. അപ്പോൾ അടുത്ത ബസ് പുറപ്പെടാനുള്ള സമയം ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് അതിനകത്ത് കയറി സിറ്റി ടൂറാണ് ഇനി അടുത്ത പരിപാടി. ഈ സൈഗോൺ മെയിൻ പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിൽ നിന്ന് തന്നെയാണ് ഈ സിറ്റി ടൂർ തുടങ്ങുന്നത്. ഇതിൻ്റെ ടിക്കറ്റുകൾ ഒന്നെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് നേരിട്ട് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ കൗണ്ടറുണ്ട്, അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 4 മണിക്കൂർ നേരമാണ് ഈ സിറ്റി ടൂറിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് നമ്മുടെ ഇന്ത്യൻ രൂപ 2600 രൂപയോളം വരും. 4 മണിക്കൂറോളം ഈ സിറ്റി മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് ഇവിടെയുള്ള എല്ലാ സിറ്റിയിൽ പ്രധാനമായിട്ടുള്ള എല്ലാ പോയിൻറ്റുകളും ഇത് കവർ ചെയ്യും. ഇത് ഹോപ്പ് ഓഫ് ബസ് എന്ന് പറയും. ഇപ്പം നമുക്ക് 4 ദിവസത്തേക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒരിടത്ത് കയറി ഇപ്പോൾ നമുക്ക് ബെൻഡാം മാർക്കറ്റ്, അതുപോലുള്ള ഒപ്പേറ ഹൗസ്, ഇതുപോലുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പാലസ് ഇവിടെയൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സൈഗോണിൻ്റെ മെയിൻ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്ന് കയറിയിട്ട് ആ ഓരോ പോയിൻറ്റുകളിലും ഇതിന് ബസ് സ്റ്റാൻഡുകളുണ്ട്, ബസ് സ്റ്റോപ്പുകളുണ്ട്, അവിടെ ഇറങ്ങാം. നമ്മൾ പബ്ലിക് ബസ് ഇവിടെ ഉണ്ടെങ്കിലും വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഇതേപോലെ കയറാനും ഇറങ്ങാനും പറ്റിയൊരു ബസ്സും കൂടെയാണിത്. അധിക ദിവസം ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ 4 ദിവസത്തേക്കുള്ള ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്താൽ ആ ടിക്കറ്റ് വെച്ച് തന്നെ ഈ 4 ദിവസം ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റും. ഒരു സ്പോട്ടിൽ നിന്ന് കയറുക, സൂവോ വാർ മ്യൂസിയമോ അതുപോലെയുള്ള മെയിൻ പോയിൻറ്റുകളിൽ ഇതിൻ്റെ ബസ് സ്റ്റോപ്പുണ്ട്, അവിടെ ഇറങ്ങാം. അടുത്ത ടിക്കറ്റ് കൊണ്ട് തന്നെ വേറൊരു ബസ്സിൽ കയറി അടുത്തടുത്ത് പോയി ഇറങ്ങാം. ഇങ്ങനെ ഉള്ള സൗകര്യവും ഇതിന് ലഭ്യമാണ്. സിറ്റി സെൻറ്റർ ആയതുകൊണ്ട് തന്നെ, സൈഗോൺ എന്ന് പറയുന്ന ഈ സിറ്റിയുടെ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ലെവലിലുള്ള ഒരുപാട് ഹോട്ടലുകൾ, കഫേകളും റെസ്റ്റോറൻറ്റുകളും ഈ വഴിയിൽ എല്ലാം ഉണ്ട്. ഇതാ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഓഡിയുടെ ഹോച്ചിമിൻ സിറ്റിയിലുള്ള എൻ്റെ സെൻറ്ററാണ്. അതിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളും അതിൻ്റെ മെയിൻ്റെനൻസും സാധാ ഓഡിയുടെ വാഹനങ്ങളും എല്ലാം ഇവിടെ ഇതുണ്ട്. ഈ ഹോച്ചിമിൻ സിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനെ സിറ്റിയെ 3 തിരിച്ചിരിക്കുകയാണ്. ഡിസ്ട്രിക്ട് 1, ഡിസ്ട്രിക്ട് 2, ഡിസ്ട്രിക്ട് 3. അതിൽ ഈ ഡിസ്ട്രിക്ട് 1 എന്ന് പറയുന്ന ഭാഗത്ത് കൂടുതലും ട്രേഡിങ്, അതായത് ഗവൺമെൻറ് ഓഫീസുകൾ, വലിയ വലിയ കമ്പനികളുടെ ഓഫീസുകൾ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. ഡിസ്ട്രിക്ട് 2, 3 എന്നൊക്കെ പറയുന്നത് മാർക്കറ്റ് സൈഡും റെസിഡൻഷ്യൽ ഏരിയയുമാണ്. ഇപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് 1 പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ഈ കമ്പനികളാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഫ്രഞ്ച് കൊളോണിയൽ ആർക്കിടെക്ചറിൽ വരച്ച ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ കെട്ടിടമാണ് കാണുന്നത്. ഇതിങ്ങനെ ഇടകലർന്ന് നിൽക്കുവാണ്. പുതിയ കെട്ടിടങ്ങളുമുണ്ട്, പഴയ കെട്ടിടങ്ങളുമുണ്ട്. ഇവിടുത്തെ സ്കൂള് പഴയ രീതിയിലാണ് ഇവിടുത്തെ ഹൈസ്കൂളുകളിലേക്ക് ഉള്ളത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ആ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ എല്ലാം എന്താണ് ഈ G25 എന്ന് കാണിച്ചിരിക്കുന്നത് ഒരു ഇവിടുത്തെ മാർട്ടാണ്, സൂപ്പർ മാർട്ട്. പിന്നെ പലതരം കമ്പനികളുടെ വലിയ വലിയ കെട്ടിടങ്ങളും അവരുടെ ഓഫീസുകളൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. അതിൻ്റെ അവിടെയൊക്കെ നിറയെ പാർക്കിംഗ് ലോട്ടുകളും അവിടെ എല്ലാം ബൈക്ക്, ഏറ്റവും കൂടുതൽ ബൈക്ക് വിറ്റഴിക്കപ്പെടുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്, ലോകത്തൊട്ടാകെയുള്ളത്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത് സൈഗോൺ റിവറാണ് കേട്ടോ. സൈഗോൺ റിവർ ക്രോസ് ചെയ്ത് പോവാണ് നമ്മൾ. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചിരുന്നു ഒരു വലിയ ചാലുകീറിയ പോലത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സൈഗോൺ റിവറാണെന്ന്. ആ റിവറാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് പോകുന്നത്. താഴെ കൂടെ ഇഷ്ടംപോലെ ബോട്ടുകൾ പോകുന്നുണ്ട്. ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ബോട്ടുകൾ, യാത്രാ ബോട്ടുകളല്ലാതെ. ഈ ഹോച്ചിമിൻ സിറ്റിയിൽ പോർട്ടില്ല. പോർട്ടുള്ള ഭാഗത്തേക്ക് സാധനങ്ങൾ കണ്ടെയ്നറുകൾ പോലെയുള്ള ബോട്ടുകളിൽ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അത് ഈ കാണുന്നത് മാർക്കറ്റാണ്. ഈ ഭാഗത്ത് ഒരു മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നൈറ്റ് മാർക്കറ്റായിട്ടും ഒക്കെ
പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ് കാണുന്നത്. ഇവിടെ ഈ ബസ്സിനൊരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ ബസ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇതിലേക്കുള്ള ആരോ ഇറങ്ങാനായിട്ട് ബസ് നിർത്തിയിട്ടിരുന്നതാണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് 2 പ്രവേശിച്ചിരിക്കുകയാണ് വണ്ടി. അതായത് ഇവിടെ ഇനി അങ്ങോട്ട് കുറേ റെസിഡൻഷ്യൽ ഏരിയയും മാർക്കറ്റ് പോലുള്ള ഏരിയകളും കാണാൻ കഴിയും. ഈ കാണുന്നത് വിയറ്റ്നാം സർക്കാരിൻ്റെ എന്തോ ഒരു ഗവൺമെൻറ് കെട്ടിടമാണ് കേട്ടോ. ഇത് മന്ത്രാലയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ് കാണുന്നത്. അതും കണ്ടും അറിയാം പഴയ ഫ്രഞ്ച് സ്റ്റൈലിലാണ് ആ കെട്ടിടത്തിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത്. ഇവിടുത്തെ മിക്ക സർക്കാർ സ്ഥാപനങ്ങളും ആ ഒരു പഴയ രീതിയിൽ കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഒരു രീതിയിലാണ് കാണപ്പെടുന്നത്. ഈ കാണുന്നത് ഈ വിയറ്റ്നാം TV സ്റ്റേഷൻ്റെ ഒരു കെട്ടിടമാണ് ഈ കാണപ്പെടുന്നത് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു കൂടുതൽ. ഇതുപോലെ ദിവസവും ഇവിടെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പോയ വഴി തന്നെ അത് റിട്ടേൺ അടിച്ച് തിരിച്ചു വരുവാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈഡ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡിലാണ് ഡ്രൈവിംഗ് സൈഡ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ മിക്ക വഴികളും വൺ വേകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രൈവിങ്. നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഇവിടെ ഓടിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. അത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ മതി. അത് ഇവിടുത്തെ രീതിയിലേക്ക് മാറ്റിയെടുക്കണമെന്ന് തോന്നുന്നു. പ്രത്യേക തരത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസേ ഇവിടെ കിട്ടുള്ളൂ. ആ പോയ വഴി തന്നെ തിരിച്ചു വരുവാണ്. ഈ കാണുന്നതെല്ലാം ഹോട്ടലുകളും ഇതൊക്കെ പുതിയ കെട്ടിടങ്ങളാണ്. ഇടയ്ക്ക് പഴയ കെട്ടിടങ്ങളും ഉണ്ട്. ഇന്ന് ശകലം മഴക്കാറുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ചൂടായിട്ടൊന്നും വെയിലായിട്ട് ഫീൽ ചെയ്യുന്നില്ല, എന്നാൽ വലിയ ചൂടും എടുക്കുന്നില്ല. മഴ പെയ്യുന്നതിൽ ചെറിയ മഴക്കാർ പോലെ ഇങ്ങനെ കാണാം, ആകാശം കാണാമല്ലോ. ചെറിയ മങ്ങിയ രീതിയിലാണ് ഇരിക്കുന്നത്. ഇതാണ് ബുക്ക് സ്ട്രീറ്റ്. സൈഗോണിലുള്ള ബുക്ക് സ്ട്രീറ്റിൻ്റെ കവാടമാണ് കാണുന്നത്. അവിടെ നിന്ന് വണ്ടി തിരിഞ്ഞ് അടുത്ത ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതെല്ലാം അതായത് ഒരു ഇടതുവശത്ത് കാണുന്നത് ഒരു ഹൈസ്കൂളാണ് കേട്ടോ. അതുകൊണ്ട് ഫ്രഞ്ച് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ആ കെട്ടിടം ഉള്ളത്. അതും ചെറിയ മഞ്ഞ ലൈറ്റ് ചന്ദന കളർ പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഇത് മൊത്തം ഒരു സ്കൂൾ കെട്ടിടമാണ്. ഇവിടുത്തെ പബ്ലിക് സ്കൂളാണ് കാണുന്നത്. ഈ നേരെ കാണുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് പാലസ്. ഇനി ഇവിടെ നിന്ന് വണ്ടി തിരിഞ്ഞ് അതുവഴി വേറെ പോയി പിന്നീട് അത് കാണണമെങ്കിൽ വേണമെങ്കിൽ അവിടെ ഇപ്പം കണ്ട സ്റ്റോപ്പിൽ ഇറങ്ങാം. ഇല്ലെങ്കിൽ വേറെ വഴി തിരിഞ്ഞ് വരുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അത് പോയി കാണാം. അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് കരുതിയിരിക്കുകയാണ്. വഴിയിലെല്ലാം ഈ 2 വീലറുകളുടെ ബഹളമാണ്.
ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, പക്ഷേ ബസ്സുകൾ കുറവാണ്. ചെറിയ ബസ്സുകളാണ്. നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ കാണുന്നതിൽ താരതമ്യേന ചെറിയ ബസ്സുകളാണ്. എങ്കിലും ഇവിടെ കൂടുതലും കാറുകൾ, ടാക്സി, പിന്നെ ഇതേപോലെ 2 വീലറാണ് കൂടുതലും കാണാനുള്ളത്. എപ്പോൾ നോക്കിയാലും 2 വീലറേ ഉള്ളൂ. പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ, അതായത് സൈഗോൺ ഹോച്ചിമിൻ സിറ്റിയിൽ തന്നെ ഒരു 12ഓളം ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. ഈ പണിയുന്ന വഴിക്ക് എല്ലാം കണ്ടു ഞാൻ. 12ഓളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഗുജറാത്തി റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് പ്യുവർ വെജാണ് ഗുജറാത്തി റെസ്റ്റോറൻറ്റ്. ബാക്കി ഒരുപാട് നോൺ വെജിറ്റേറിയനായിട്ടൊക്കെ 12ഓളം റെസ്റ്റോറൻറ്റുകളിൽ പോകുന്ന വഴിക്ക് എല്ലാം ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഒരു ചൈനീസ് ടെമ്പിളാണ്. ചൈനീസ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നിറയെ ഇത് റെഡ് കളർ ലാൻഡേൺസൊക്കെ തൂക്കി പല പച്ചയും ചുവന്നയും കളറിന് പെയിൻ്റ് അടിച്ച് എല്ലായിടവും ഇതുപോലെ തന്നെ ചൈനീസ് ടെമ്പിൾ ഒരു പ്രത്യേക തരമായിരിക്കും കാണാൻ തന്നെ. ഇവിടെയും ചൈനീസ് വംശജനും ചൈനീസ് ടൗണും ഒക്കെ ഉണ്ട്. അതിൻ്റെയാണ് ആ ക്ഷേത്രം എന്ന് തോന്നുന്നു, അതായത് ചൈനീസ് ടെമ്പിൾ എന്ന് തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ട്രിക്ട് 2 ആണ്. ഇവിടെ റെസിഡൻഷ്യലും മാർക്കറ്റ് സൈഡും ആയിരിക്കും ഇവിടെ കൂടുതൽ. അത് നേരത്തെ കണ്ട കാഴ്ചയിൽ തന്നെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഇഷ്ടം പോലെ കടകളുണ്ട്, അതിൻ്റെ പുറകിൽ വീടുകളുണ്ട്, മുകളിലും താഴെയായിട്ടൊക്കെ ആൾക്കാർ താമസങ്ങളുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റുകളുണ്ട്, മാർക്കറ്റ് കടകളുണ്ട്. അങ്ങനെ ഓരോ ഏരിയ തിരിച്ചാണ് ഇവിടെ ഇതെല്ലാം ചെയ്യുന്നത്. KSTC സ്റ്റോർ, അതൊരു പലചരക്ക് കടയാണ്. നമ്മുടെ നാട്ടിലെ അരി ഇതുപോലൊക്കെ നല്ല ചാക്കൊക്കെ അവിടെ അട്ടിമറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഈ ബസ് നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് സ്റ്റോപ്പ് എന്നും പറഞ്ഞ് വഴിയുള്ള കാണാം. ഇതിൻ്റെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം. നടന്നു പോകുന്നൊരു വീഡിയോയിലും ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നത് ഫ്രഞ്ച് കൊളോണിയൽ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു ചർച്ചാണ് കേട്ടോ. ഏറ്റവും പഴക്കമുള്ള ചർച്ചാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഹോച്ചിമിൻ സിറ്റിയിൽ. ഇതാ നോക്കി കാണുമ്പോൾ തന്നെ കാണാം കരിങ്കല്ല് കൊണ്ടൊക്കെ നിർമ്മിച്ച പഴയ രീതിയിലുണ്ടാക്കിയ ചർച്ചാന്ന് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവില്ലേ. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പഴയ ചർച്ചാണ്. ഇവിടെ വിയറ്റ്നാമിൽ കൂടുതലും ബുദ്ധിസവും പിന്നെ ക്രിസ്ത്യാനിസമാണ് ഉള്ളത്. ക്രിസ്ത്യൻസും ബുദ്ധിസ്റ്റുകളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ തന്നെ ഇവിടെ ഒരു ചർച്ച് ഇവിടെ ചർച്ചുകളെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടെടുത്തോളം എല്ലാം ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ചർച്ചുകളാട്ടോ ഞാൻ കണ്ടത്. 2-3 കണ്ടതെല്ലാം ഫ്രഞ്ച് സ്റ്റൈലിലുള്ളതാണ്. ഇനി പുതിയ തരം ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ കണ്ടില്ല. ഇല്ല, പഴയ ടൈപ്പിലാണ് ഇവിടെ ചർച്ചുകളെല്ലാം ഉള്ളത്. ഈ കാണുന്നത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്റ്റേഷനാണ്. അതായത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പബ്ലിക് ബസ്സുകൾ നിർത്തിയിടുന്ന സ്റ്റാൻഡാണിത്. അവിടെ വെച്ചിരിക്കുന്ന പച്ച ബോർഡിലൊക്കെ പോകുന്ന വഴികളും അതിൻ്റെ റേറ്റുകളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിലില്ല, ഇവിടുത്തെ ഭാഷയിലാണ്, അതായത് വിയറ്റ്നാമീസ് ഭാഷയിലാണ് മൊത്തം എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ വഴിയരികിലെല്ലാം ഇതുപോലെ ഫാർമസികൾ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാടെണ്ണം കണ്ടു ഫാർമസികൾ.
ഇവിടെയുണ്ട് 7-Eleven. പിന്നുള്ളതുകൊണ്ട് ഈ കാണുന്ന ഹൈലാൻഡ്സ് കോഫി 10-24 കണ്ടു ഈ ഹോച്ചിമിൻ സിറ്റിയിൽ ഒട്ടാകെ. ഇത് ഹൈലാൻഡ്, ഞാൻ ആ ഫ്ലൈറ്റ് ഇറങ്ങിയ മുതൽ ഹൈലാൻഡ് കോഫി എന്ന് പറയുന്ന ബോർഡുകൾ എണ്ണിയ തീരത്തില്ല. 10-24 മേളിൽ ഞാൻ എണ്ണി. ഇവിടെ പലയിടത്തും ഉണ്ട് ഇത്. അപ്പോൾ ഇനി ബസ് തിരിഞ്ഞ് കയറിടത്ത് തന്നെ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.